ഭൂമിയുടെ പ്രശ്നം ഇപ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് ഫോറസ്റ്റിൻ്റെ ഒരു ഔഷധത്തോട്ടമായി പറഞ്ഞിരുന്നു. അതിപ്പോൾ റിസർവ് ഫോറസ്റ്റ് ഒരിക്കലും കിട്ടില്ല എന്നൊരു സാഹചര്യം വന്നുവെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ സാഹചര്യത്തിൽ മാനന്തവാടിയിൽ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനമായി ഒരുപാട് മുന്നോട്ട് പോയി. അപ്പോൾ മാനന്തവാടി തന്നെ നിലനിർത്തണം. അതുകൊണ്ട് മാനന്തവാടി തൊട്ട് പാരീസിൻ്റെ എസ്റ്റേറ്റ് തൊട്ടടുത്ത് ഞങ്ങൾ അവൻ്റെ MD അവരുമായിട്ട് ബന്ധപ്പെട്ടു. അവർ മെഡിക്കൽ കോളേജിന് ആവശ്യമായ സ്ഥലം തരാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും മാനന്തവാടിൻ്റെ സ്ഥലത്തിൻ്റെ പേരിൽ മാറിപ്പോകാത്ത രീതിയിൽ നഗരസഭ അതിന് ഉത്തരവാദിത്തം സ്ഥലം കണ്ടെത്തി കൊടുക്കാമെന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അല്ല, അമ്പൂത്തിലെ സ്ഥലം സോഷ്യൽ ഫോറസ്റ്റ് അറിഞ്ഞിട്ടും ഇലക്ഷൻ മുന്നിൽ ഒരു ട്രെൻഡിങ് മാത്രമായിരുന്നു അത്. അത് ഫോറസ്റ്റ് ഭൂമിയാണ്, നമുക്ക് ആർക്കും അറിയാം. ഇപ്പോൾ വയനാട്ടിൽ നിന്ന് ബദൽ റോഡ് കോഴിക്കോട്ടേക്കും തലശ്ശേരിക്കും ഒന്നും നടക്കാത്ത കാരണം ഫോറസ്റ്റിലൂടെ വഴിവെട്ടാൻ സമ്മതിക്കാത്തതുകൊണ്ടാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഔഷധത്തോട്ടമായ ഫോറസ്റ്റ് ഭൂമി ഒരു കാരണം കിട്ടാൻ സാധ്യതയില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇടതുപക്ഷം അത് കിട്ടുമെന്ന് പറഞ്ഞത് നമുക്ക് മനസ്സിലാകുന്നില്ല. അതൊരു ഇലക്ഷൻ്റെ സ്റ്റണ്ട് മാത്രമായിരിക്കണം ഞാൻ കരുതുന്നത്. ഇന്ന് മന്ത്രിയോട് ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കാരണവശാലും മെഡിക്കൽ കോളേജ് അഫിലിയേഷൻ നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കും. മാനന്തവാടിയിൽ തന്നെ നിലനിർത്തുന്ന അദ്ദേഹത്തിന് മന്ത്രിക്കും താല്പര്യം. അപ്പോൾ ആ രീതിയിൽ ഇവിടെ സ്ഥലം കണ്ടെത്താനുള്ള നടപടിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ നഗരസഭ എന്ന നിലയിൽ ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന MBBS കുട്ടികൾക്ക് താമസിക്കാനുള്ള ഹോസ്റ്റൽ സൗകര്യങ്ങളൊക്കെ കുറവുണ്ട്. ഇപ്പോൾ നിലവിൽ മുനിസിപ്പാലിറ്റിയുടെ ഓഫീസ് വയ്ക്കുന്ന ആ വലിയ ബിൽഡിങ് ഇപ്പോൾ ക്ലബ് റൂമിലുള്ള പുതിയ ഓഫീസിലേക്ക് മാറുകയാണ്. അപ്പോൾ അവിടെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ആവശ്യമായ ഹോസ്റ്റൽ സൗകര്യം അടക്കം നഗരസഭ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. ഇതിൻ്റെ തേയില എസ്റ്റേറ്റാണ്, വലിയ മരങ്ങളും അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളുള്ള നിരപ്പായ ഭൂമിയാണ്. ഈ മാനന്തവാടി ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. MGM സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ളതാണ്. എല്ലാവർക്കുള്ള സൗകര്യപ്പെടുന്നതാണ്. ആസ്പിരേഷൻ ജില്ല എന്ന രീതിയിൽ വയനാട് ജില്ല ആസ്പിരേഷൻ ജില്ലയാണ്. അപ്പോൾ മെഡിക്കൽ കോളേജിന് വേണ്ടി 20 ഏക്കർ സ്ഥലമാണ് വേണ്ടത്. അതിൻ്റെ നിബന്ധനയിലുള്ളത്. അപ്പോൾ ഈ ഹോസ്പിറ്റൽ നിലയിൽ എന്ന ഈ സ്ഥലം 10 ഏക്കറോളം ഭൂമി ഇവിടെയുണ്ട്. ഇനി 10 ഏക്കർ ഭൂമിയുടെ ആവശ്യമുള്ളൂ. അതും ഒരു 10 ഏക്കറിൻ്റെ ചുറ്റളവിൽ മതി. 10 ഏക്കർ നിബന്ധന അതാണ്. അപ്പോൾ ഇവിടുന്ന് 2 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അവിടെ ബിൽഡിംഗ് സമുച്ചയം ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മാനന്തവാടി മെഡിക്കൽ കോളേജ് വളരെ ഭംഗിയായി മുന്നോട്ട് പോകാൻ സാധിക്കും.